നമസ്കാരം, എസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ടെറസിൻ്റെ മുകളിലത്തെ മുളക് കൃഷിയെ പറ്റിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു 5 സൈസ് മുളകാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ല, ആദ്യത്തെ ഒരു ഐറ്റാണ്. ഇതിലിപ്പോൾ എല്ലാത്തിലും ഉണ്ടായി നിൽക്കുന്നത് ഏകദേശം ഒരു ചുരിമുളക് പോലെയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഇതെല്ലാം മുകളിലേക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു 4 തെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് സാധാരണ വിപണിയിൽ നമുക്ക് കിട്ടുന്ന ഒരു മുളകാണ്. നല്ല വലുപ്പമുള്ള മുളകാണ്. നമുക്കിത് കൂട്ടാനിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് സാധാരണ കിഴക്കൻ മുളക് എന്ന് പറയുന്ന മുളകുണ്ട്, നീളമുള്ളത്. ഇത് വെള്ളക്കാന്താരി, വെള്ളമുളക്, നല്ല എരിവുള്ള മുളകാണ്. ഇത് എന്താ കാണിക്കാൻ കാരണം വെച്ചാൽ ഇതുപോലെ നമുക്കൊരു 10 ചട്ടി നമുക്ക് സാധാരണ വീട്ടിൽ വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സൈസ് വെച്ചിട്ടുണ്ട്. ഇത് വയലറ്റ് മുളകാണ്. വയലറ്റ് സുന്ദരി ആയി വരുന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 10 മുളക് തൈ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മുളക് നമുക്ക് പുറമെന്ന് വാങ്ങിക്കണ്ട. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടാവശ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് മുളക്, അതുപോലെ ഇഞ്ചി, ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതെല്ലാം ഭയങ്കരമായിട്ട് വിഷമടിച്ചിട്ടുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു വിഷമില്ല, ഒന്നുമില്ല. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് വളർത്താം. കേട്ടോ, ചെറിയ ചട്ടികളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അധികം മണ്ണും അധികം ഇതൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് വേണ്ട, ഓരോ ചട്ടി നോക്കി കഴിഞ്ഞാൽ അറിയാം, വളരെ കുറഞ്ഞ മണ്ണും കുറച്ചുള്ളൂ. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കൂടുതലും കരിയിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും പിന്നെ മറ്റേ കമ്പോസ്റ്റും ഉണ്ട്, പിന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചട്ടിയിൽ ചെയ്യുമ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ഇതിൽ നിൽക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഒരു ചട്ടിയിലേക്കുള്ള മണ്ണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട 1-2 മിനിറ്റ് കൊണ്ട് ആ വെള്ളം വറ്റിപ്പോണം. കെട്ടി നിൽക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ മണ്ണിനെ നമ്മൾ ഒരുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ചാണകപ്പൊടി, പിന്നെ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്കാണ്. കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക് എന്ന് പറയും. അത് നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ തെളിയെടുത്തിട്ട് ഒഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി. അതാണ് മെയിനായിട്ടുള്ള വളം. പിന്നെ നമ്മൾ ഇതാണ്, ഇത് എഗ് അമിനോ ആസിഡാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. ഇത് നമുക്ക് വളരെ കുറഞ്ഞ അളവ് മതി. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അതുപോലെ കടലപ്പിണ്ണാക്കിൻ്റെ തെളി ആഴ്ചയിൽ ഒരു ദിവസം, അങ്ങനെ മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടും. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. നല്ല വിഷമില്ലാത്തത് നമ്മൾ വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. വിളവെടുപ്പും കൂടിയാണ് മുളകിൻ്റെ. അതും കൂടി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൂത്ത മുളകൾ മാത്രം പൊട്ടിച്ചാൽ മതി. നമുക്ക് ഒരു ട്രിപ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി കുറച്ച് പഴുപ്പായിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പഴുക്കാൻ വേണ്ടി നിർത്തിയത്. വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വിളവെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇനി വിളവെടുത്തിട്ട് ഇതിൻ്റെ കാണിച്ചു തരാം മുളക് എന്തോരം കിട്ടിയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വിത്തിനുള്ളതും ഇതിലുണ്ടായിരിക്കും. ഇതാണിപ്പോൾ ഒരു 4 ഐറ്റത്തിൽ നിന്ന് നമ്മൾ വിളവെടുത്ത മുളകുകളാണ്. ഇതിൽ നല്ല മൂത്ത മുളക് മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇനി ഇഷ്ടംമാതിരി ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് പൊട്ടിക്കാം. ഇതിലിപ്പോൾ വയലറ്റ് മുളക് മാത്രം ഇത് ആവുന്നുള്ളൂ, ഇത് ആയി വരുന്നുള്ളൂ. അത് പൊട്ടിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.